ഹായ്, ഡാമിൽ അത്യാവശ്യം വെള്ളമൊക്കെ ആയിട്ടുണ്ടേ. അപ്പോൾ നമ്മളൊന്ന് വലിയ വില കിട്ടി നോക്കാൻ വേണ്ടി വന്നത് കേട്ടോ. ഇപ്പോൾ മീൻ കിട്ടുന്നതാണ്, പുല്ലലൊക്കെ ഉള്ളതുകൊണ്ടേ രോഹുവും കട്ടളയും ഗോഡൂഷൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. എന്തായാലും നോക്കാം. ഇവിടെ ചെറിയൊരു കമ്പ് ഇരുന്നാൽ മതി, ഇങ്ങനെ ഉടക്കി കിടക്കും, പിന്നെ കെട്ടാൻ വലിയ പാടാണ്. വീട്ടിൽ നിന്നെല്ലാം ഒരുക്കി കൊണ്ടുവന്നാണ്, എന്നാലും ഉടക്ക് വീഴും. അങ്ങ് അക്കരെ കാണുന്നൊരു മല കണ്ടോ, അതിൻ്റെ പേരാ കേട്ടോ പാറമേട്. ഇടയ്ക്ക് അതിൻ്റെ ഏറ്റവും മുകളിലേക്ക് ആനക്കൂട്ടം നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റുമേ. പിന്നെ ഇവിടെ എല്ലാം ആന വരുന്നത് കേട്ടോ, നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലത്തെല്ലാം ആന വരുന്നതാണ്. ഇവന്മാരും നമ്മുടെ കൂട്ടത്തിൽ ഒന്നാണേ. ഇനി നമ്മൾ പോകുന്നവരെ ഇവന്മാർ വെയിറ്റ് ചെയ്ത് നിൽക്കും. ഇതുകൊണ്ട് ആന പോയിരിക്കുന്ന വഴിയാണത്. ഈ പുല്ലൊക്കെ തിന്നാനായിട്ട് വരുന്നതാണ്. ഇതുകൊണ്ട് ഈ നിൽക്കുന്ന പുല്ല് കണ്ടോ, ഇതിൻ്റെ അരി തിന്നാനായിട്ട് മീൻ കയറി വരുവേ. ഗോൾഡ് ഫിഷ് ഇല്ല, അത് കയറി വരും. അപ്പോൾ ഈ സൈഡ് പുല്ല് ചേർത്ത് വല കിട്ടിക്കഴിഞ്ഞാൽ അതിനെ പിടിക്കാവേ. ഇത് നമ്മൾ നേരത്തെ കിട്ടുന്ന ഒരു പൊടിക്കണ്ണൂരാണ്. അതിനൊരു ചെറിയ ചൊട്ടാവളം അടപ്പുണ്ട് കേട്ടോ. ചെറുതല്ല, അത്യാവശ്യം വലുതാണ്. ചൊട്ടാവളം ഇത്രയൊക്കെ ആകത്തുള്ളേ. അതുകൊണ്ട് ഇതുപോലെ കുറ്റി നാട്ടി വെക്കുവാണേ. നല്ല ഉറപ്പിച്ച നാട്ടില്ലെങ്കിൽ വലിയ മീനൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ പറിച്ചോണ്ട് പോകുവേ. ഇത് നമ്മൾ മെയിനായിട്ടും കിട്ടുന്ന 6 പേരിൽ 8 പേരിൽ 10 പേരിൽ വലയൊക്കെയാണേ. പിന്നെ ഏറ്റവും വലിയ വില 25 പേരിലുണ്ട്. അത് ഞാൻ കാണിച്ചു തരാവേ. ഇതുകൊണ്ട് വേറെ വെറൈറ്റി ആയിട്ടുള്ള പൂക്കൾ കണ്ടോ, എന്ത് രസം നോക്കി. ഇതുകൊണ്ടൊരു സംഭവം, എന്തോ വലിയ മീൻ നമ്മുടെ നിപ്പുണ്ടേ. അത് കൊമള നാട്ടേ കാണുന്നത് ഉണ്ടോ. പിന്നെ ഇതാട്ടോ നമ്മുടെ ഏറ്റവും വലിയ കണ്ണി. ഇതാ പറഞ്ഞ് 20-25 പേരിൽ വരുന്നത്. ഇതിനകത്ത് പിടിക്കുന്ന മീനെന്ന് വെച്ചാൽ 18-20 കിലോ ഉള്ള മീനൊക്കെയാണ് പിടിക്കുന്നത്. ഏറ്റവും കുറഞ്ഞത് 18 കിലോ, അതിന് മുകളിലേക്കുള്ള പിടിക്കത്തുള്ളൂ കേട്ടോ. നമ്മൾ കഴിഞ്ഞ വർഷം ഒരു 3-4 മീനെ പിടിച്ചായിരുന്നു ഇതിനകത്ത്. അതിൻ്റെയൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ടേ. നമുക്ക് കട്ടലാണ് മെയിനായിട്ട് ഈ വിലയ്ക്ക് കിട്ടുന്നത് കേട്ടോ. അത്രയും വലിയ മീനെന്ന് പറഞ്ഞാൽ കട്ടല മാത്രം ഇവിടെ ഉള്ളേ. ഗോൾഡൊക്കെ മാക്സിമം ഒരു 8 കിലോ 7 കിലോ ഒക്കെ വരത്തുള്ളൂ, അതിന് ഉള്ളു കേട്ടോ ഇവിടെ. ഇതമ്മാർ നമ്മളെ നോക്കി നിൽക്കുവാണേ. വരുന്നവരമ്മാർ നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കും. നമ്മൾ വന്നിട്ട് കയറി പോകത്തുള്ളൂ വീട്ടിലേക്ക്. അപ്പോൾ നമ്മൾ വലയെല്ലാം കെട്ടിക്കഴിഞ്ഞ് വീട്ടിൽ കയറി പോകണേ. ഒരു കുഞ്ഞു കുരുവി ഇരിക്കുന്നുണ്ടോ. നമുക്കിനി നാളെ രാവിലെ വന്ന് വല നോക്കാവേ. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ വല നോക്കാനായിട്ട് പോകണേ. മീനുണ്ടോ ഇല്ല എന്നുള്ള ആകാംക്ഷയില്ല കേട്ടോ. ഇമാരോടെ നമുക്ക് കൊണ്ടുപോകാം. ഇതുകൊണ്ട് കിടക്കുന്നതല്ല നമ്മുടെ പ്യൂണിപ്പൊട്ടിൻ്റെ കുഞ്ഞുങ്ങളാണ്. ഇതുകൊണ്ട് രാവിലെ തന്നെ നല്ല മഞ്ഞാണേ. മഞ്ഞും തണുപ്പും അത്യാവശ്യം മഴയും പെയ്യുന്നുണ്ട് കേട്ടോ. നമ്മളിതാ ഡാമിലേക്ക് എത്തിയിട്ടുണ്ടേ. ഇതുകൊണ്ട് പ്യൂണിക്ക് അവിടെ നിന്ന് അങ്ങോട്ട് മീൻമുള്ള് കിട്ടിട്ടെ അത് നിന്നോണ്ടിരിക്കണേ. കുറ്റിയാണോ? ഇത് അവിടെ ഒരു മീൻ കിടപ്പുണ്ടേ. കട്ടളയാണോ? രോഹു പോയി. ഇത് നമുക്ക് ആദ്യം തന്നെ അത്യാവശ്യം സൈസുള്ളൊരു രോഹുവിനായിട്ട് കിട്ടിയിരിക്കുന്നത്. ഇത് നമുക്ക് കെട്ടാനുള്ള വലയാണ്. ഇത് കുറഞ്ഞിട്ട് നമുക്ക് ഈ ചാക്കങ്ങ് കൊടുക്കാം. ചാക്കലേക്ക് കിട്ടും, അല്ലെങ്കിൽ തിരക്കി കറിച്ചാൽ പോവും. അതുകൊണ്ട് മീൻ പിടിച്ചുകൊണ്ട് വലയെല്ലാം ചുരുണ്ടു പോയേ. മീനെല്ലാം അഴിച്ചു വിടണം.
കൊള്ളാണോ? ഈ വലയ്ക്ക് തന്നെ അടുത്തൊരു മീൻ കൂടെ ഉണ്ടേ, ഗോൾഡ് ഫിഷ് കേട്ടോ. ഇതുണ്ടോ കുറ്റി താത്തുന്നുണ്ടോ? ഇതാ കുറ്റിന്ന് വല പറഞ്ഞു പോയേ. അപ്പം എന്താ ഇതാണ് ഗോൾഡ് ഫിഷ്. ഇതൊരു കാർപ്പിനത്തെ വിട്ട് മീനാണ്. നമ്മുടെ ഇടുക്കി പൊതുവെ പറയുന്ന ഗോൾഡ് ഫിഷ് എന്നൊക്കെയാണ്. പിന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഡാമിലെ ഏറ്റവും ടേസ്റ്റുള്ള മീൻ ഏതാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നമുക്ക് ഇന്ന് ഇത്ര മീനാട്ടോ കിട്ടിയത്. പിന്നെ കുറഞ്ഞിട്ട് കാണിച്ചു തരാവേ. നമുക്ക് വലിയ വിലയ്ക്ക് കട്ട്ള വിലയ്ക്ക് മീനൊന്നും കിട്ടിയില്ല. അതിന് കുറച്ചും കൂടെയൊക്കെ വെള്ളം കയറുമ്പോഴത്തേക്ക് കിട്ടും. ഉണ്ട്. അപ്പോൾ അത്രയും നമുക്ക് കിട്ടിയ മീനുകൾ, രോഹു, ഗോൾഡ് ഫിഷ്. ഇപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്, ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് പുതിയ ഫിഷിംഗ് വീഡിയോസും ഒക്കെ ആയിട്ട് പിന്നെയും കാണാം.